കേരളത്തിൽ UDF തരംഗം പ്രവചിച്ച് ലോക് പോൾ മെഗാ സർവേ. 2019 സമാനമായ വിജയമാണ് UDFന് കേരളത്തിൽ ലോക് പോൾ പ്രവചിക്കുന്നത്. ആകെയുള്ള 20 സീറ്റിൽ 18 മുതൽ 20 വരെയും UDF നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. LDFന് 0 മുതൽ 2 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും 1350 പേരിൽ നിന്നാണ് സർവേ ടീം അഭിപ്രായം നേടിയത്. 2019 20 19 UDF ആയിരുന്നു നേടിയിരുന്നത്. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് LDFന് ഇത്തവണ തിരിച്ചടിയാകുക. മധ്യവർഗ വോട്ടർമാരിലും താഴെത്തട്ടിലെ മധ്യവർഗ വോട്ടർമാരിലുമെല്ലാം ഈ വികാരമുണ്ട് എന്നും അതാണ് എല്ലാവരും UDFന് പിന്നിൽ അണിനിരക്കാൻ കാരണമെന്നുമാണ് സർവേയുടെ കണ്ടെത്തൽ. മണിപ്പൂർ കലാപം, ഉത്തരേന്ത്യയിലെ സംഘപരിവാർ അതിക്രമണം എന്നിവ കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ കയറിക്കൂടാനുള്ള BJP ശ്രമം പരാജയപ്പെടും. തൽഫലമായി ക്രിസ്ത്യാനികൾ കോൺഗ്രസിൽ പിന്നിൽ അണിനിരക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ മൂന്നാമതും സർക്കാർ രൂപീകരിക്കുന്നതിനെ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നു. ഇത് UDFന്റെ വോട്ടിൽ പ്രതിഫലിക്കും. സംസ്ഥാനത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കാനുള്ള BJPയുടെ ശ്രമം പരാജയപ്പെടും. അറിയപ്പെടാത്തതും ദുർബലരുമായ സ്ഥാനാർത്ഥികളെ BJP നിർത്തിയതും UDFന് അനുകൂലമായി മാറുമെന്നാണ് സർവേയുടെ കണ്ടെത്തൽ. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതേസമയം കർണാടകയിൽ BJPക്ക് 11 മുതൽ 13 സീറ്റ് വരെയും കോൺഗ്രസിന് 15 മുതൽ 17 സീറ്റ് വരെയുമാണ് സർവേ പ്രവചിക്കുന്നത്. അസമിൽ BJPക്ക് 7 മുതൽ 8 സീറ്റ് വരെയും കോൺഗ്രസിന് 4 മുതൽ 5 സീറ്റ് വരെയും ലഭിക്കുമെന്നാണ് പ്രവചനം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് 26 മുതൽ 28 സീറ്റുകളും BJPക്ക് 11 മുതൽ 13 സീറ്റുകളും കോൺഗ്രസിന് 2 മുതൽ 4 സീറ്റുമാണ് സർവേ പ്രവചിക്കുന്നത്.